നമ്മുടെ മക്കളുടെ SSLCയുടെയും ഹയർ സെക്കൻഡറിയുടെയും എല്ലാം റിസൾട്ടുകൾ വന്ന് ചിലർക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മക്കൾ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ചിലരെല്ലാം തങ്ങൾ പ്രതീക്ഷിച്ച അത്രയും എത്തിയിട്ടില്ല എന്ന് നിരാശപ്പെടുന്നവരുണ്ട്. ഇനി എന്ത് എന്ന ചോദ്യവുമായി മുന്നോട്ട് പോകുന്നവരുണ്ട്. ഇനി എൻ്റെ കുട്ടി ഏത് സ്ഥാപനത്തിലേക്കാണ് പറഞ്ഞയക്കുക, ഏത് കോഴ്സിനാണ് പറഞ്ഞു വിടുക എന്നെല്ലാമുള്ള കൂലങ്കഷമായ ചിന്തകളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഏത് കോഴ്സ് കൊടുത്താലും, ഏത് സ്ഥാപനത്തിലേക്ക് മക്കളെ പറഞ്ഞു വിട്ടാലും, ഏത് പ്രൊഫഷനിലേക്ക് മക്കളെ നിങ്ങൾ ഉന്തിവിട്ടാലും, നിങ്ങൾ കൊടുക്കാൻ മറക്കാൻ പാടില്ലാത്ത 5 കാര്യങ്ങളാണ് ഇന്ന് ഈ മിമ്പറിൽ വെച്ച് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇതൊരു വസിയത്താണ്. ഏത് മേഖലയിലേക്ക് നിങ്ങൾ മക്കൾ പോകട്ടെ, ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും കൊടുക്കാൻ മറക്കരുത്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ മറക്കരുത്. ഇത് 10ാം ക്ലാസ്സിലും +1ലും +2ലും മാത്രമുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ളതല്ല. 4ലും 5ലും 6ലും ഒക്കെ ജീവിതത്തിലേക്ക് മെല്ലെ മെല്ലെ പിച്ച വെച്ച് നടക്കുന്ന നമ്മുടെ മക്കൾ, ആ മക്കൾക്കടക്കം നമ്മൾ വളരെ പ്രധാനമായി നിർബന്ധമായി കൊടുക്കേണ്ട 5 വിഷയങ്ങളാണ് നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അതിൽ ഒന്നാമത്തത്, നമ്മുടെ ഏറ്റവും വലിയ പരിഗണനയിൽ വരേണ്ടത്, നമ്മുടെ ചിന്തയിൽ ഏറ്റവും കൂടുതൽ നാം സ്ഥാനം നൽകേണ്ട ഒരു വിഷയം നമ്മുടെ മക്കളുടെ ഈമാനികമായ വിശ്വാസപരമായ വിഷയമാണ്, അഖീദപരമായ വിഷയമാണ്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് നടത്തിയ പ്രസിദ്ധമായൊരു ഉപദേശമുണ്ട്. നമ്മളൊക്കെ എത്രയോ തവണ കേട്ടതാണത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു, വഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. മോനെ, നീ ചോദിക്കുമ്പോൾ അള്ളാഹുവിനോട് ചോദിക്കുക, നീ സഹായം തേടുമ്പോൾ അള്ളാഹുവിനോട് സഹായം തേടുക എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുമ്പോൾ, തന്റെ പിതൃവ്യനായ അബ്ബാസിന്റെ മകന് പ്രവാചകൻ ഈ ഉപദേശം കൊടുക്കുമ്പോൾ റസൂലുള്ള ഉപദേശം കൊടുത്തത് അക്ഷരാർത്ഥത്തിൽ ഇബ്നു അബ്ബാസിന് മാത്രമല്ല, ലോകത്തിന് ഉണ്ടാവാനിരിക്കുന്ന സകല പിതാക്കൾക്കും വലിയൊരു പാഠം, വലിയൊരു അധ്യാപനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയായിരുന്നു. നിങ്ങളുടെ മക്കൾക്ക് എന്തൊക്കെ കൊടുക്കാൻ മറന്നാലും, ഏതൊക്കെ വിഷയത്തിൽ നിങ്ങൾ അലസത കാണിച്ചാലും, മക്കളുടെ പരലോകത്തെ ബാധിക്കുന്ന, അവരുടെ സ്വർഗപ്രവേശനത്തെ ബാധിക്കുന്ന, കാലാകാലം അവരെ നരകത്തിലേക്ക് തളച്ചിടാൻ പര്യാപ്തമായ അവരുടെ അഖീദയിലെ പിഴവുകളെ കണ്ടെത്തുന്നതിലും തിരുത്തുന്നതിലും യാതൊരു വീഴ്ചയും വന്നുകൂടാ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തമായ അധ്യാപനമാണ് പ്രിയപ്പെട്ടവരെ അത്. നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കുക. മരിക്കാൻ കിടക്കുന്ന പ്രവാചകന്മാരായ വാപ്പമാർ, മക്കളുള്ള പ്രവാചകന്മാർ, അവരുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിരുന്നത്, ആകുലതപ്പെടുത്തിയിരുന്നത് എന്തായിരുന്നു? മക്കളുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തയോ, അവരുടെ വരുമാനത്തെക്കുറിച്ചുള്ള ചിന്തയോ, അവർക്കിടയിലുള്ള ഐക്യത്തെക്കുറിച്ചുള്ള ചിന്തയോ അല്ല. മറിച്ച് ആ മഹാന്മാരായ പ്രവാചകന്മാർ ഏറ്റവും കൂടുതൽ മനസ്സ് വേദനിച്ചതും ചിന്തിച്ചതും പ്രയാസപ്പെട്ടതുമെല്ലാം ഈ ഒരൊറ്റ കാര്യം ചിന്തിച്ചിട്ടാണ്. മഹാനായ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം എത്രയോ പ്രവാചകന്മാരുടെ പിതാമഹനാണ്, പൂർവ്വപിതാവാണ്. അദ്ദേഹം തന്നെ മരണശയ്യയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും വലിയ കൺസേൺ എന്തായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അള്ളാഹു പറയാണ്, അം കുൻതും ശുഹദാ ഇദ് ഹദറ യാഖൂബൽ മൗത്ത്. നിങ്ങൾ കണ്ടിരുന്നോ, നിങ്ങൾ ഉണ്ടായിരുന്നോ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മരണശയ്യയിൽ കിടക്കുന്ന സമയം അദ്ദേഹത്തിന്റെ മക്കളോട് പറഞ്ഞത് എന്തായിരുന്നു? ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. എൻ്റെ മക്കളെ, അദ്ദേഹം പറയാണ്, എൻ്റെ മക്കളെ, എന്താണ് അദ്ദേഹം ചോദിക്കുന്നത്? മാ തഅബുദൂന മിൻ ബഅദി. എൻ്റെ കാലശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കാൻ പോകുന്നത്? നിങ്ങൾ ആരെയാണ് ഇബാദത്ത് ചെയ്യാൻ പോകുന്നതെന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ആ മക്കളതാ പിതാവിൻ്റെ മനസ്സിൻ്റെ വൈകാരികത മനസ്സിലാക്കി, പിതാവിൻ്റെ മനസ്സിൻ്റെ നൊമ്പരം മനസ്സിലാക്കിക്കൊണ്ട് ആ മക്കൾ മറുപടി പറയുകയാണ്, ഖാലൂ
നഅ്ബുദു ഇലാഹക وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബാപ്പാ ഞങ്ങൾ ശിർക്ക് ചെയ്യില്ല, ഉപ്പാ ഞങ്ങൾ ശിർക്കിന്റെ വഴിയിലേക്ക് ഒരിക്കലും സഞ്ചരിക്കില്ല. ഞങ്ങൾ സഞ്ചരിക്കാൻ പോകുന്നത് അങ്ങ് കാണിച്ചു തന്ന, ഞങ്ങളുടെ ഉപ്പാപ്പയായ ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ചു തന്ന, ഞങ്ങളുടെ വല്യപ്പാപ്പയായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ചു തന്ന ഇലാഹം വാഹിദ, ഏകനായ ഇലാഹുണ്ടല്ലോ, ഏകനായ രക്ഷിതാവുണ്ടല്ലോ, ആ രക്ഷിതാവിനെ അല്ലാതെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല ഉപ്പ, ആ രക്ഷിതാവിനോടല്ലാതെ ഞങ്ങൾ സഹായം തേടുകയില്ല, ആ രക്ഷിതാവിനെ അല്ലാതെ ഞങ്ങൾ ആരാധിക്കുകയില്ല എന്ന് പറഞ്ഞ് വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അവനെ കീഴ്പ്പെട്ട രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറയുകയാണ് ആ മക്കൾ. പ്രിയപ്പെട്ടവരെ, എന്ത് നല്ല ഉപ്പയാണ്, എന്ത് നല്ല മക്കളാണ്. ആ ഉപ്പയുടെ ചോദ്യത്തിന്റെ അകക്കാമ്പ് എന്താണെന്ന് ആ മക്കൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിക്കേണ്ടത് എൻ്റെ മകന് +2 റിസൾട്ടിൽ മാർക്ക് കുറഞ്ഞു പോയി എന്നതിലല്ല, എൻ്റെ കുട്ടിക്ക് SSLCയിൽ മാർക്ക് കുറഞ്ഞു പോയി എന്നതിലല്ല, A+ കുറഞ്ഞു പോയി എന്നതിലല്ല. അത് കേവലം ഈ ചെറിയ സമയത്ത് മാത്രം നിലനിൽക്കുന്ന ഒരു ചിന്ത മാത്രമാണെന്നാൽ ഞാനും നിങ്ങളും മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി നമ്മുടെ മക്കളുടെ പ്രാർത്ഥന ലഭിക്കുമോ? എൻ്റെ മകൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന എൻ്റെ ഖബറിലേക്ക് എത്തുമോ എന്ന ചിന്തയാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. നമ്മുടെ മക്കളുടെ ഈമാനിൽ ദുൽമ കലർന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മക്കളുടെ ഈമാനിൽ ശിർക്ക് കലർന്നിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ മക്കളുടെ ദുആ ഖബറിലേക്ക് എത്തുകയില്ല. ആ മക്കൾ നമ്മൾക്ക് നടത്തുന്ന ഇസ്തിഗ്ഫാർ ഖബറിലേക്ക് എത്തുകയില്ല, ആഖിറത്തിൽ നമുക്ക് ഉപകാരപ്പെടുകയില്ല. അതുകൊണ്ടൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പരിഗണനയുടെ പട്ടികയിലെ 1-ാം സ്ഥാനം പിടിക്കേണ്ടത് എൻ്റെ മകന്റെ അഖീദ കറക്റ്റാണോ, എൻ്റെ മകന്റെ അഖീദ ശരിയായ രീതിയിലാണോ എന്നതാണ്. പ്രിയപ്പെട്ടവരെ, മറ്റെന്തെല്ലാം മറന്നാലും നമ്മുടെ മക്കൾക്ക് ഈമാനികമായി ഈ വിഷയം പറഞ്ഞു കൊടുക്കാൻ, പഠിപ്പിച്ചു കൊടുക്കാൻ നാം മറക്കരുതേ. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതുപോലെ ലോകത്ത് കഴിഞ്ഞു പോയ പ്രവാചകന്മാരായ പ്രവാചകവര്യന്മാരെ മുഴുവൻ അവരുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തതുപോലെ ഈ വഹദാനിയത്തിന്റെ, ഈ തൗഹീദിന്റെ വചനം അവരുടെ മനസ്സിലേക്ക് അടിയുറപ്പിച്ച് കയറ്റണം നമ്മുടെ ബാധ്യതയാണ്. ഒന്നാമതായി നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് അതാണ്. ഇനി രണ്ടാമത്തെ വിഷയം എന്താണ്? നമ്മുടെ മക്കൾക്ക് നല്ല രീതിയിലുള്ള തർബീയത്ത് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. നല്ല ശീലങ്ങൾ മക്കൾക്ക് നാം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മകന് ഒന്നാമത് കൊടുത്ത ഉപദേശം എന്താണ്? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിൽ ശിർക്ക് ചെയ്യരുത് എന്നാണ്. രണ്ടാമതായി പിന്നീട് അദ്ദേഹം നൽകുന്ന ഉപദേശം, നന്മയെക്കുറിച്ചുള്ള ഉപദേശം പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാനിന്റെ 17, 18, 19 വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സ്നേഹത്തോടെ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഉപദേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ ഉപദേശിക്കുന്ന ഒരു രീതിയുണ്ട്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ടല്ലോ, കുൻ ഫി ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ, മോനെ ഈ ദുനിയാവിൽ നീ ഒരു യാത്രക്കാരനെ പോലെ ജീവിക്കണമെന്ന് പറഞ്ഞ് പ്രവാചകൻ നടത്തിയ ഒരു ഉപദേശമുണ്ട്. ആ ഉപദേശം നടത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തോളത്ത് കൈയിട്ടിട്ട് ഒപ്പം നടന്നിട്ടാണ് ആ ഉപദേശം കൊടുക്കുന്നത്. ഇതിന് വലിയൊരു സൈക്കോളജി ഉണ്ട്. കാരണം ആധുനിക ടീച്ചിങ് സൈക്കോളജി ശരിക്കും നിങ്ങൾ പരിശോധിച്ചാൽ അവിടെ എല്ലാം പഠിപ്പിക്കുന്നത് എന്താ അറിയോ? വടിയെടുത്തിട്ടല്ല കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, മുഖം കറുപ്പിച്ചിട്ടല്ല കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, ആക്രോശിച്ചിട്ടും തെറി വിളിച്ചിട്ടും അല്ല കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അവരിൽ ഒരാളായി ഇറങ്ങിച്ചെന്ന് അവരുടെ തോളത്ത് കൈയിട്ട് അവരുടെ വികാരം മനസ്സിലാക്കി, വൈകാരികത മനസ്സിലാക്കി, അവരുടെ നില മനസ്സിലാക്കി, എന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന അധ്യാപനമാണ് ഏറ്റവും സുന്ദരമായ അധ്യാപനം എന്ന് ആധുനിക ടീച്ചിങ് മെത്തേഡ് സൈക്കോളജി കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരത്തിൽ ഇബ്നു അബ്ബാസിനെ പോലെയുള്ള, ഇബ്നു മസ്ഊദിനെ പോലെയുള്ള, ഇബ്നു ഉമറിനെ പോലെയുള്ള റളിയല്ലാഹു അൻഹും വറദുഅൻ അവർക്ക് കൃത്യമായി ഈ തരത്തിൽ ഉപദേശങ്ങൾ കൊടുത്തപ്പോൾ അവർ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി സമുദായത്തിന്. അവർ സ്വയം മാറുകയും ചെയ്തു, അതോടൊപ്പം സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഭക്ഷണത്തിന് ഇരിക്കുന്ന ഒരു സദസ്സിൽ ഒരു കുട്ടി ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ അവിടുന്നും ഇവിടുന്നും, ഒരു സ്വഹാബിയാണ്, അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സ്നേഹത്തോടെയാണ് ആ കുട്ടിയെ ഉപദേശിച്ചത്. മോനെ സമ്മില്ല, ബിസ്മി പറയുക,
എന്നിട്ട് കുൽ ബിയമീനിക്, എന്നിട്ട് നിന്റെ വലത് കൈകൊണ്ട് നീ ഭക്ഷിക്കുക. വകുൽ മിമ്മാ യലീക്, നിന്റെ മുന്നിലുള്ള ഭാഗത്ത് നിന്ന് മാത്രം നീ കഴിക്കുക. എത്ര സുന്ദരമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തി കൊടുക്കുന്നത്. ആക്ഷേപങ്ങളില്ല, ആക്രോശങ്ങളില്ല, വിമർശനങ്ങളില്ല, വടിയില്ല, അടിയില്ല, തൊഴിയില്ല, പിച്ചലില്ല, ഒന്നുമില്ല. സുന്ദരമായ, ലോകം കണ്ട ഏറ്റവും നല്ല അധ്യാപകൻ നടത്തിയ ഏറ്റവും നല്ല അധ്യാപനം. ഇങ്ങനെ തന്നെയാണ് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ വിളിയുടെ ഒരു രീതി തന്നെ നിങ്ങൾ നോക്ക്. എന്താ അദ്ദേഹം വിളിക്കുന്നത്? യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, യാ ബുനയ്യ, എന്റെ മകനെ, എന്റെ പൊന്നുമോനെ എന്ന് വിളിച്ചിട്ടാണ് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഉപദേശം നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ, നമ്മുടെ മക്കളെ നമ്മൾ വിളിക്കുന്ന സമയം ആ വിളി കൊണ്ട് ആ മക്കളുടെ ഹൃദയത്തിലേക്ക് സ്വാധീനം ചെലുത്താൻ നമുക്ക് സാധിക്കണം. ആ മക്കളുടെ മനസ്സിലേക്ക് ഇറങ്ങിപ്പോകാൻ നമുക്ക് സാധിക്കണം. എൻ്റെ ബാപ്പക്ക് എന്താണ് എന്നോട് പറയാനുള്ളത് എന്ന് ചെവികൂർപ്പിച്ച് കേൾക്കുന്ന രീതിയിലേക്ക് ആ മക്കളുടെ മാനസികാവസ്ഥ എത്തിക്കാൻ നമുക്ക് സാധിക്കണം. എന്നിട്ട് ലുഖ്മാൻ നബി പറയുന്നത് എന്താണ്? യാ ബുനയ്യ, പൊന്നുമോനെ, അഖിമിസ്സലാ, നിസ്കാരം നീ നിലനിർത്തണേ. ഒരിക്കലും നമസ്കാരം നീ ഉപേക്ഷിച്ചു പോകരുതേ. മാത്രമല്ല നിന്റെ ജീവിതത്തിൽ വഅ്മുർ ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് നീ കൽപ്പിക്കുകയും ചെയ്യണേ. വൻഹ അനിൽ മുൻകർ, തിന്മയിൽ നിന്ന് നീ വിരോധിക്കുകയും ചെയ്യണേ. നന്മയുടെ കാവലാളാവണേ, തിന്മയുടെ തടയുന്നവനാവണേ, തിന്മയുടെ വിരോധിയാവണേ എന്ന് തന്റെ കുട്ടിക്കാദ്യമായി ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഉപദേശം നൽകുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയുമോ? സ്കൂളിലാകട്ടെ, ക്യാമ്പസുകളിലാകട്ടെ, നമ്മുടെ മക്കൾ നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരുമായി മാറിക്കഴിഞ്ഞാൽ അവർ സ്വന്തം തിന്മയിലേക്ക് പോകാൻ സാധ്യതയില്ല, അവർ നന്മ വിട്ടുപോകാൻ സാധ്യതയില്ല. കാരണം എപ്പോഴും നന്മയെക്കുറിച്ച് ഉപദേശിക്കുന്ന, എപ്പോഴും തിന്മയെക്കുറിച്ച് തള്ളിപ്പറയുന്ന, തിന്മയിൽ നിന്ന് തടയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു ചെറിയ വേണ്ടാധീനം സംഭവിച്ചാൽ, അവൻ ചെറുതായൊന്ന് തെറ്റിലേക്ക് പോകാൻ തുടങ്ങിയാൽ അവന്റെ കൂട്ടുകാർ തന്നെ അവനെ തിരുത്തുന്നതാണ്. നീയല്ലേ വലിയ വർത്തമാനം പറയല്, നീയല്ലേ നമ്മളൊക്കെ ഉപദേശിക്കുന്നിട്ട് നീ ഇങ്ങനെയാണോ? ഒരു നിസ്കാരം ഉപേക്ഷിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ അവൻ നന്മ ഉപദേശിക്കുന്നവനും തിന്മ വിരോധിക്കുന്നവനുമായി കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിന്റെ ചുറ്റുപാട് തന്നെ അള്ളാഹുവിലുള്ള താഅത്തിലും അള്ളാഹുവിലുള്ള തഖ്വയിലുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവനെ പ്രാപ്തനാക്കുമെന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. എന്നിട്ട് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, ഉസ്ബിർ അലാ മാ അസ്വാബക, പൊന്നുമോനെ, ജീവിതം എന്ന് പറയുന്നത് സുന്ദരമായി ഒഴുകുന്ന നദിയല്ല. ഒരുപാട് പ്രതിബന്ധങ്ങൾ വരാനുണ്ട്, പ്രയാസങ്ങൾ വരാനുണ്ട്, ബുദ്ധിമുട്ടുകൾ വരാനുണ്ട്. അതിനെയെല്ലാം ക്ഷമയോടുകൂടി, സ്നേഹത്തോടുകൂടി, അവധാനതയോടുകൂടി നേരിടാൻ നിനക്ക് സാധിക്കേണ്ടതുണ്ട്. ക്ഷമ കെട്ടുപോകരുത്, സഹനം കെട്ടുപോകരുത്, എവിടെയും പൊട്ടിത്തെറിക്കരുതെന്ന മകനോട് സ്നേഹത്തോട് ഉപദേശിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വലാ തുസഗ്ഗിർ ഖദ്ദക ലിന്നാസ്, ജനങ്ങളോട് എന്ത് കാരണം കൊണ്ടാവട്ടെ, എന്ത് വിഷയം കൊണ്ടാവട്ടെ, ജനങ്ങളോട് നീ മുഖം കോട്ടരുത്, മുഖം ചുളിക്കരുത്. പ്രസന്നവദനായിക്കൊണ്ട് മാത്രം നീ ജനങ്ങളെ അഭിമുഖീകരിക്കുക, നിന്റെ കൂടെയുള്ളവരെ നീ അഭിമുഖീകരിക്കുക. വലാ തംശി ഫിൽ അർദി മർഹാ, അഹങ്കാരത്തോടെ നീ നടക്കാനും പാടില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അമിതമായി അഹങ്കാരം നടിക്കുന്നവനെയും ദുരഭിമാനം നടിക്കുന്നവനെയും ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹു ഇഷ്ടപ്പെടുന്നതല്ല. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, വഖ്സിദ് ഫീ മശീക വഗ്ദുൽ മിൻ സൗതിക. നോക്ക് നിങ്ങൾ, എത്ര മൈന്യൂട്ടായ വിഷയങ്ങളെയാണ് ഒരു ഉപ്പ ഇടപെടുന്നത്. എത്ര ചെറിയ വിഷയങ്ങളിൽ മോൻ എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് ഉപ്പ പഠിപ്പിച്ചു കൊടുക്കുക. നമ്മൾ ഇതുവരെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ എങ്ങനെ നടക്കണം? നീ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം മോന് പറഞ്ഞു കൊടുക്കാൻ, വഖ്സിദ് ഫീ മശീക, നിന്റെ നടത്തത്തിൽ നീ എന്ത് ചെയ്യുക? അവധാനത കാണിക്കുക, നല്ല താഴ്മയോടുകൂടി നീ നടക്കുക. അതുപോലെ തന്നെ വഗ്ദുൽ മിൻ സൗതിക, സംസാരിക്കുമ്പോൾ നീ പതിഞ്ഞ സ്വരത്തിൽ താഴ്മയോടെ സ്റ്റാൻഡേർഡുള്ള രീതിയിൽ നീ സംസാരിക്കുക. അല്ലാഹു അക്ബർ. ഇതാണ് ഇസ്ലാമിന്റെ രീതി. മക്കളുടെ ഇസ്ലാം നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഏത് ഭാഗത്തിലാണ് ഇടപെടാതിരുന്നിട്ടുള്ളത്? അതേപോലെ തന്നെയാണ് നാം നമ്മുടെ മക്കളോട് അവരുടെ ഓരോ വിഷയത്തിലും നമ്മൾ ഇടപെടേണ്ടതുണ്ട്. ഓരോ കാര്യത്തിലും, നടത്തത്തിലാകട്ടെ, ഇരുത്തത്തിലാകട്ടെ, കഴിക്കുന്നതിലാകട്ടെ, കുടിക്കുന്നതിലാകട്ടെ, ഉറങ്ങുന്നതിലാകട്ടെ, സംസാരിക്കുന്നതിലാകട്ടെ, ചിന്തിക്കുന്നതിലാകട്ടെ, വസ്ത്രം ധരിക്കുന്നതിലാകട്ടെ, ഏതേത് വിഷയങ്ങളിലും അതെങ്ങനെയാവണം, എങ്ങനെയാവരുത് എന്ന് പഠിപ്പിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വവുമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന നോക്ക്, ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. മോനെ, ശബ്ദങ്ങളിൽ ഏറ്റവും മോശം ശബ്ദം കഴുതയുടെ അടുത്താണ് കേട്ടോ. അതിന്റെ കാരണം എന്താണ്? കഴുതക്ക് പരിസര ബോധമൊന്നുമില്ല. കഴുതക്ക് കരയാൻ തോന്നിയാൽ കഴുത അങ്ങോട്ട് ഒച്ചത്തിനോട് കരയും. ആൾക്കാർക്ക് ശല്യം ഉണ്ടാവുന്നുണ്ടെന്നോ ഏതെങ്കിലും തരത്തിലുള്ള ഔചിത്യ ബോധമോ കഴുതക്കില്ലല്ലോ. അതുപോലെ ആവരുത് നാൻ. ആ രീതിയിൽ ശബ്ദം ഉറക്കെയിട്ട് പരിസരബോധമില്ലാതെ ചില രംഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ട്രെയിനും മറ്റൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചില ആളുകൾ ഫോൺ വിളിച്ചിട്ട് ഉറക്കം കൊണ്ട് സംസാരിക്കും. ഒരു പരിസരബോധവും ചില മനുഷ്യന്മാർക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ ട്രെയിനിലൊക്കെ ഇങ്ങനെ എല്ലാവരും ഉറങ്ങുന്നുണ്ടാവും. ആ സമയത്ത് ഫോൺ വിളിച്ചിട്ട് ഉറക്കെ ഒരു പ്രൈവസി ഇല്ലാതെ അവിടെ സംസാരിക്കും. ഈ സംസാരം നമുക്ക് പാടില്ല. എന്തും എവിടെയും എങ്ങനെയും പറയാൻ പറ്റും എന്നൊരു ചിന്ത നമുക്കുണ്ടാവാൻ പാടില്ല. ശബ്ദത്തിലായാലും നാം പറയുന്ന വിഷയങ്ങളിലായാലും കൃത്യമായ നിയന്ത്രണം വേണം. എനിക്ക് എവിടെ എന്തും ചെന്ന് പറയാം. ഞാൻ ചില ആളുകളൊക്കെ പറയില്ലേ, ഞാൻ എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി പറയും. അത് ശരിയല്ല. എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനിൽ, ഒരു വ്യക്തിയിൽ എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയെ വിളിച്ചിട്ടോ നീ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല. പിന്നെ എന്താണ് ചെയ്തത്? പൊതുവായ രീതിയിൽ ആ തെറ്റിനെ ഏറ്റവും സൗമ്യമായ ഭാഷയിൽ തിരുത്തി കൊടുക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. നമ്മുടെ സംസാരത്തിലായാലും നമ്മുടെ വാക്കുകളിലായാലും ആ അവധാനത നാം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. എന്തും എവിടെയും എങ്ങനെയും എപ്പോഴും വിളിച്ചു പറയാം എന്ന ഒരു നിലപാട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാൻ പാടില്ല. ആ ഒരു നിലപാട് കൃത്യമായി നമ്മുടെ മക്കൾക്ക് നാം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. സംസാരത്തിൽ അവധാനത ഉണ്ടാവേണ്ടതുണ്ട്, സംസാരത്തിൽ മാന്യത ഉണ്ടാവേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ശീലങ്ങൾ അവർക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ്. മൂന്നാമതായി അവർക്ക് തെറ്റ് തിരുത്തി കൊടുക്കുക. എങ്ങനെയാണ് തെറ്റ് തിരുത്തി കൊടുക്കേണ്ടത്? എങ്ങനെയാണ് തെറ്റ് തിരുത്തി തിന്മയിൽ നിന്ന് അവരെ തിരുത്തേണ്ടത്? സ്നേഹത്തോടെയാണ്. അതിൻ്റെ വരും വരായികളും പ്രത്യാഘാതങ്ങളും അവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ്. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം സൂറത്തുൽ ലുഖ്മാന്റെ 16-ാമത്തെ ആയത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് അതാ. അദ്ദേഹം വീണ്ടും വിളിക്കുന്നത് എന്താണ്? യാ ബുനൈ, പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാത് ഔ ഫിൽ അർദി യഅതി ബിഹല്ലാഹ്. പൊന്നുമോനെ, ഒരു തിന്മ അത് എത്ര തന്നെ ചെറുതായാലും എത്ര തന്നെ നിസ്സാരമെന്ന് നിനക്ക് തോന്നിയാലും അത് നീ ഒരു ഗുഹയിൽ കൊണ്ടുചെന്ന് ഒളിപ്പിച്ചു വെച്ചാലും അത് ആകാശത്തായാലും ഭൂമിയുടെ അടിയിലായാലും അല്ലാഹു അത് കൊണ്ടുവരുന്നതാണ്. അല്ലാഹു അത് വെളിച്ചത്ത് കൊണ്ടുവരുന്നതാണ്. ഇവിടെ ആ കുട്ടിക്ക് ആത്യന്തികമായി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞുകൊണ്ടൊരു തെറ്റ് പോലും ചെയ്യാൻ സാധ്യമല്ല. ക്യാമ്പസിലേക്ക് പറഞ്ഞുവിടുന്ന, സ്കൂളിലേക്ക് പറഞ്ഞുവിടുന്ന കുട്ടികൾക്ക് നാം അടിസ്ഥാനപരമായി പറഞ്ഞു കൊടുക്കേണ്ട വിഷയം അതാണ്. മോനെ, റബ്ബിന്റെ കണ്ണ് വെട്ടിച്ച്, അല്ലാഹുവിന്റെ കണ്ണ് വെട്ടിച്ച് നിനക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ക്യാമ്പസുകളിലെ പ്രണയങ്ങൾ നീ വേണ്ടാന്ന് വെക്കുന്നത്, ലഹരി പദാർത്ഥങ്ങൾ നീ വേണ്ടാന്ന് വെക്കുന്നത്, വഴിവിട്ട ബന്ധങ്ങൾ നീ വേണ്ടാന്ന് വെക്കുന്നത്, പാപ്പാനെ പേടിച്ചിട്ടാവരുത്, ഉമ്മാനെ പേടിച്ചിട്ടാവരുത്, സമൂഹത്തെ പേടിച്ചിട്ടാവരുത്. മറിച്ച് നിനക്കൊന്നും തന്നെ മറച്ചു വെക്കാൻ സാധിക്കാത്ത ലോകത്തിന്റെ രക്ഷിതാവിന്റെ കണ്ണിനെ പേടിച്ചുകൊണ്ടാവണം. ആ ലോകത്തിന്റെ രക്ഷിതാവിന്റെ വിചാരണയെ പേടിച്ചിട്ടാവണം. അതാണ് ഈ കുട്ടിക്ക് ആത്യന്തികമായി പറഞ്ഞു കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കയർത്ത് സംസാരിക്കുകയില്ല, കുറ്റപ്പെടുത്തുകയില്ല, തിന്മയുടെ പ്രത്യാഘാതം പറഞ്ഞു കൊടുക്കുകയാണ്. അതോടൊപ്പം നന്മയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ചെറിയ മക്കൾ അവർ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ അവർ ഇപ്പൊ പല വീടുകളിലും ഖുർആൻ മുഴുവൻ ഖത്തം തീർക്കുന്നവരുണ്ട്. 5 വയസ്സും 4 വയസ്സും ഒക്കെയുള്ള കുട്ടികൾ മാഷാ അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹ തൊട്ട് നാസ് വരെ ഓതി തീർക്കുന്നവരുണ്ട്. നമ്മുടെ ഭാഗത്ത് നിന്ന് പ്രോത്സാഹനം ഇല്ലാതിരുന്നുകൂടാ. നല്ല പ്രോത്സാഹനം നൽകേണ്ടതുണ്ട്. അവരെ അഭിനന്ദിക്കേണ്ടതുണ്ട്. അവരെ ചേർത്ത് പിടിച്ച് ചുംബിക്കേണ്ടതുണ്ട്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ വലിയ കാര്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ അവർ നന്മ ചെയ്യുമ്പോഴെല്ലാം ആ നന്മക്ക് അവർക്ക് അപ്രിസിയേഷൻ കൊടുക്കേണ്ടതുണ്ട്, അഭിനന്ദനങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വേനൽക്കാലമാകുമ്പോ നമ്മുടെ മക്കൾക്ക് നാം ചിലതെല്ലാം പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. മോനെ അല്ലെങ്കിൽ മോളെ, മനുഷ്യന് ദാഹിക്കുന്നത് പോലെ നമുക്ക് ദാഹിക്കുന്നത് പോലെ ആകാശത്തിലൂടെ പറക്കുന്ന പറവകൾക്ക് ദാഹം വരും. അതുപോലെ തന്നെ ഈ കാണുന്ന തെരുവിലൂടെ നടക്കുന്ന പൂച്ചക്കായാലും പട്ടിക്കായാലും അവർക്കെല്ലാം ദാഹിക്കാറുണ്ട്. അവർക്ക് വെള്ളം കൊടുക്കുക എന്നത് വലിയ പുണ്യമാണ്, വലിയ നന്മയാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരത് ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവരെ അഭിനന്ദിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അവരെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. പരജീവികളോടുള്ള കാരുണ്യം അവർക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. വാത്സല്യം
വാത്സല്യമുള്ള ആർദ്രതയുള്ള ഹൃദയം അവർക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ കൃത്യമായ പ്രോത്സാഹനം അവർക്ക് നൽകേണ്ടതുണ്ട്. മൂന്നാമതായി അവർക്ക് നൽകേണ്ടത് തിന്മയെക്കുറിച്ചുള്ള പ്രത്യാഘാതം പറഞ്ഞു കൊടുക്കുക, നന്മക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ്. നാലാമതായി എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ കൂട്ടുകെട്ട് എന്താണെന്ന് കൃത്യമായി നമ്മൾ അറിയേണ്ടതുണ്ട്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നല്ലൊരു കൂട്ടുകാരൻ്റെ ഒപ്പം നടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരു അത്തര കച്ചവടക്കാരൻ്റെ അടുത്തിരിക്കുന്നവനെ പോലെയാണ്. മോശമായ ഒരു കൂട്ടുകാരനുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏതുപോലെയാണ്? കൊല്ലന്റെ ആലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ കൂടെ നടക്കുന്നവനെ പോലെയാണ്. ഒന്നാമത്തെ ആൾക്ക് എപ്പോഴും ആ സുഗന്ധം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. രണ്ടാമത്തെ ആളുടെ ശരീരത്തിൽ നിന്ന് ആ ദുർഗന്ധം ഇങ്ങനെ, ആ പുകയുടെ ആ ഇരുമ്പിന്റെ എല്ലാം ദുർഗന്ധം, അത്ര സുഖകരമല്ലാത്ത ദുർഗന്ധം ഇങ്ങനെ വമിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. നമ്മുടെ മക്കളുടെ കൂട്ടുകാരാണ് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല കൂട്ടുകെട്ടവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. ആരുടെ കൂടെയാണ്, ആരോടാണ് അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് നമ്മൾ അറിയേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം അവർക്കുണ്ടാകുന്ന എല്ലാ വൈകാരികതകളും അവർ പങ്കുവെക്കുക ഈ പറയുന്ന കൂട്ടുകാരോടായിരിക്കും. ആ കൂട്ടുകാരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന പ്രതികരണത്തിനനുസരിച്ചായിരിക്കും പിന്നീടുള്ള മുന്നോട്ട് പോക്ക് മുഴുവൻ. എത്രയോ തവണ നമ്മൾ ഈ മിമ്പറിൽ വെച്ച് തന്നെ പറഞ്ഞത് എങ്ങനെയാണ് നല്ല കൂട്ടുകെട്ടുണ്ടായി കൊടുക്കുക, അവരെ കൃത്യമായി പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. എല്ലാവരും മക്കളെയും കൊണ്ട് പള്ളിയിലേക്ക് വരിക എന്നുള്ളതാണ്. എല്ലാവരും, ഒരു 10 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ കുട്ടികളെയും കൂട്ടിയിട്ട് പള്ളിയിലേക്ക് വരൽ നിർബന്ധം. കാരണം എന്താണെന്നറിയോ, അങ്ങനെ എല്ലാവരും വന്നു കഴിഞ്ഞാൽ ആ കുട്ടികൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉണ്ടാവും, ഒരു പിയർ ഗ്രൂപ്പ് ഫോം ആവും. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ നിങ്ങൾ കുട്ടികൾ ഒരിക്കലും വഴിതെറ്റി പോകാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ അവധിക്കാലത്ത് മോറൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, പല സ്ഥലത്തും ക്യാമ്പുകൾ നടക്കുന്നുണ്ട് കുട്ടികൾക്ക് ദീന് പഠിക്കാനുള്ള. അതുപോലെ തന്നെ അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ വളർത്തിയെടുക്കാനുള്ള ക്ലാസ്സുകളും സംരംഭങ്ങളും നടക്കുന്നുണ്ട്. അതുമായി കുട്ടികളെ യോജിപ്പിക്കുക. ഓരോ കുട്ടിനെ അത് എൻട്രൻസിന് പഠിക്കുക, അതിന് പഠിക്കുക, ഇതിന് പഠിക്കുക, ഇങ്ങനെ പറഞ്ഞയക്കാതെ ദീനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ നിർബന്ധിച്ച് പറഞ്ഞയക്കുക, പള്ളിയിലേക്ക് നിർബന്ധിച്ച് പറഞ്ഞയക്കുക. മാഷാ, നിങ്ങൾ അറിയോ പ്രിയപ്പെട്ടവർ, ഈ പള്ളിയിൽ ഈ കഴിഞ്ഞ അവസാനത്തെ റമദാനിന്റെ അവസാനത്തെ 10 എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു? ഇവിടെ നിസ്കരിക്കാൻ വന്ന ആളുകൾ നിങ്ങളും ചോദിച്ചു നോക്ക്, എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു? ആ കുട്ടികൾ ഈ പള്ളിയിലേക്ക് വരാൻ അവർ കാണിച്ചൊരു ആവേശം, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അവർ കാണിച്ചൊരു ഉത്സാഹം, അവർ കാണിച്ച ഒരു താല്പര്യം, ഇതൊന്നും ചെറിയ കാര്യമല്ല. മക്കളെ നമ്മൾ പള്ളിയുമായി അടുപ്പിച്ചാൽ അവർ പള്ളിയിലേക്ക് വരും, അവർ പള്ളിയുടെ കാര്യത്തിൽ വ്യാപൃതരാവും. പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യാപൃതരാകുമ്പോൾ അവരപ്പുറത്തെ ക്ലബിൽ പോയിട്ട് സിഗരറ്റ് വലിക്കാൻ നിൽക്കൂല, കഞ്ചാവ് അടിക്കാൻ നിൽക്കൂല, മയക്കുമരുന്ന് ഉപയോഗിക്കാൻ നിൽക്കൂല. അവർ ഈ തെർബിയത്തിൽ അങ്ങനെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് പള്ളിയുമായി ചുറ്റിപ്പറ്റി അവരെങ്ങനെ പോകും. ആ കുട്ടികളാണ് ഭാവിയിൽ ഈ പള്ളിയുടെ കമ്മിറ്റിയായി മാറേണ്ടത്, നമ്മുടെ മഹലിന്റെ കമ്മിറ്റിയായി മാറേണ്ടത്. ഇത്തരം സംരംഭങ്ങളെ തോളിലേറ്റ് നടക്കേണ്ടത് ആ കുട്ടികളാണ്. ഇത് കുട്ടികളെ പള്ളി പറഞ്ഞേക്കാൻ ചില രക്ഷിതാക്കൾക്ക് ഭയങ്കര മടിയാണ്, ഭയങ്കര പ്രയാസമാണ്. ഉണ്ടാവരുത്. കുട്ടികൾക്ക് നല്ല കൂട്ടുകെട്ടും നല്ല ചുറ്റുപാടും കിട്ടുന്നുണ്ട് എന്ന് നാം ആവർത്തിച്ച് ഉറപ്പാക്കേണ്ടതുണ്ട്. ഇതാണ് അവർക്ക് കൊടുക്കേണ്ട 4ാമത്തെ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 4 കാര്യങ്ങളും കൃത്യമായി വ്യക്തമായി കൊടുക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈന വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒന്നുകൂടി എൻ്റെ സ്വന്തത്തെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 4 വിഷയങ്ങൾ നമ്മുടെ മക്കൾക്ക് നാം നിർബന്ധമായും കൊടുക്കേണ്ട, ഒരിക്കലും മറക്കാതെ കൊടുക്കേണ്ട 4 വിഷയങ്ങൾ. 1, അവരുടെ അഖീദ കൃത്യമാക്കുക, ശിർക്കിൽ നിന്ന് അവരെ രക്ഷിക്കുക.
2 നല്ല ശീലങ്ങൾ അവരെ പഠിപ്പിക്കുക. ഓരോ സാഹചര്യത്തിലും ഓരോ നല്ല ശീലങ്ങളായിരിക്കും, അത് കൃത്യമായി അവരെ പഠിപ്പിക്കുക. ഇപ്പം പറഞ്ഞല്ലോ, ജീവികൾക്ക് വെള്ളം വെക്കുന്നത് പോലെയുള്ള, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങളായിരിക്കും നല്ല ശീലങ്ങൾ അവരെ പഠിപ്പിക്കുക. 3-മതായി തിന്മയുടെ പ്രത്യാഘാതം അവർക്ക് പറഞ്ഞു കൊടുക്കുക, നന്മക്ക് അവർക്ക് കൃത്യമായി പ്രോത്സാഹനം നൽകുക. 4-മത്തത് നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക, നല്ലൊരു സാഹചര്യം, നല്ലൊരു പിയർ ഗ്രൂപ്പ് അവർക്ക് വേണ്ടി നൽകുക. ഇനി 5-മത്തൊരു വിഷയം കൂടിയുണ്ട്. 5 വിഷയങ്ങളായിരുന്നു തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. 5-മത്തൊരു വിഷയം കൂടിയുണ്ട്. 5-മത്തതും വളരെ പ്രധാനപ്പെട്ടതുമായ വിഷയമാണ് അത്. പ്രിയപ്പെട്ടവരെ, ലോക ചരിത്രത്തിൽ 2 രീതിയിലുള്ള മക്കളാണ് ഉണ്ടായിട്ടുള്ളത്. മനുഷ്യകുലത്തിൻ്റെ ചരിത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കാബീലും ഹാബീലും ഉണ്ടായിട്ടുണ്ട്. ഹാബീൽ ആരാണ്? ഞാൻ നിന്നെ കൊല്ലുന്നു പറഞ്ഞവനാണ്. ഹാബീൽ ആരാണ്? നീ എന്നെ കൊല്ലാൻ തുനിഞ്ഞാലും നിന്നെ കൊല്ലാൻ ഞാൻ എൻ്റെ കൈ നീട്ടൂല എന്ന് പറഞ്ഞ ആളാണ് ഹാബീൽ. മനസ്സിലായില്ലേ? 2 രീതിയിലുള്ള മക്കൾ കാവഴിയായി കാലഘട്ടം വരെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏതുപോലെയുള്ള മക്കളെ നമുക്ക് വേണം? ഹാബീലിനെ പോലെയുള്ള മക്കളെ നമുക്ക് വേണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന തെർബിയത്തെല്ലാം കൃത്യമായി കൊടുക്കണം. ഈ തെർബിയത്ത് മാത്രം പോരാ, നമ്മുടെ പരിശ്രമങ്ങൾ മാത്രം പോരാ. നമ്മൾ എത്ര തന്നെ പരിശ്രമിച്ചാലും മനുഷ്യന്റെ പരിശ്രമത്തിന് പരിധിയും പരിമിതിയുമുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് 5-മതായും വളരെ പ്രധാനമായും നാം അവർക്ക് നൽകേണ്ടത് നമ്മുടെ ദുആയാണ്, നമ്മുടെ പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു, ഉപ്പ മകന് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന ഒരിക്കലും തള്ളപ്പെടുകയില്ല. അള്ളാഹു സ്വീകരിക്കുന്ന പ്രാർത്ഥനയാണ്. ഇജാബത്ത് കിട്ടുന്ന പ്രാർത്ഥനയിൽ ഒന്നാണ് ഉപ്പ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അതുകൊണ്ട് ദുആ ഒരു കാരണവശാലും പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാവരുത്. ഏത് ദുആ? നമ്മുടെ മക്കൾ നേർവഴിയിൽ നടക്കണം എന്ന ദുആ. നമ്മൾ എത്ര നന്നായിട്ട് നടന്നിട്ടും കാര്യമില്ല. ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ, നമ്മൾ എത്ര തന്നെ നന്നായിട്ട് നടന്നിട്ടും കാര്യമില്ല. ഈ അടുത്ത കാലത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയിൽ ഒരു പ്രദേശത്ത് പള്ളിയിൽ സജീവമായി എഴുത്തിക്കാഫാകട്ടെ, ജമാഅത്താകട്ടെ, ബാക്കി പ്രവർത്തനങ്ങളാകട്ടെ, പള്ളിയിൽ സജീവമായി ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ 2 ആൺമക്കളാണ് അദ്ദേഹത്തിനുള്ളത്. ഒരാൾ എന്തോ കുത്തുകേസിൽപ്പെട്ട് ജയിലിൻ്റെ ഉള്ളിലാണ്, മറ്റേയാള് കള്ളു കുടിച്ച് ലക്ക് കെട്ട് ബോധമില്ലാതെ റോഡിൽ വീണ് കിടക്കാണ്. ആ 2 മക്കളും ഇന്നും നന്നായിട്ടില്ല. മഹല്ല് കമ്മിറ്റി ആവുന്നത്ര പരിശ്രമിച്ചിട്ടും നന്നായിട്ടില്ല. ആ മക്കനാണെങ്കിൽ ആ മനുഷ്യനാണെങ്കിൽ സ്വാത്വികനായ മനുഷ്യനാണ്, മാതൃകാപരമായ ജീവിതം കാണിച്ചു കൊടുത്ത മനുഷ്യനാണ്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് മാത്രം കാര്യമില്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരലോകം മാത്രം നന്നാക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്, ദുആ ചെയ്യേണ്ടതുണ്ട്. ഇബാദുർ റഹ്മാന്റെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുമ്പോൾ പറഞ്ഞു തന്ന പ്രധാനപ്പെട്ട വിഷയം എന്താണ്? വല്ലദീന യഖൂലൂന, അവർ പറയുന്നവരാണ്. എന്താണ് അവർ പറയുക? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ റബ്ബേ, ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണം റബ്ബേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇബാദുർ റഹ്മാനിൽ പെട്ടുപോയാലും നമ്മുടെ മക്കൾ ആ പാന്താവിൽ തന്നെ വരുമെന്ന് പടച്ചറബ് നമുക്ക് ഉറപ്പ് തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇബാദുർ റഹ്മാനായ ആളുകൾ പോലും പ്രാർത്ഥിക്കുന്നത്, ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണം റബ്ബേ. എന്താണ് കൺകുളിർമ എന്ന് പറഞ്ഞാൽ? ഇതുപോലെ ക്യാമ്പസുകളിലേക്ക് ചില പിതാക്കന്മാർ, ചില വാപ്പമാര് വരുമ്പോ ചില മക്കളെ കാണുന്ന രംഗം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ലക്ഷങ്ങൾ മുടക്കി പഠിപ്പിച്ചിട്ടും അവസാനം ഈ ക്യാമ്പസിലേക്ക് അധ്യാപകന്മാരും ആ കോളേജിന്റെ അധികൃതരും വിളിച്ചു വരുത്തി അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവരെ കാണുന്നത് എന്താണ്? മയക്കുമരുന്ന് ഉപയോഗിച്ച്, അതുപോലെ തന്നെ മാരകമായ മരുന്നുകൾ, ഡ്രഗ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ചുവന്ന കണ്ണുകളും ബോധമില്ലാത്ത അവസ്ഥയുമായി തങ്ങളുടെ മക്കളെ കാണേണ്ടി വരുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. ഇത് യഥാർത്ഥത്തിൽ കണ്ണിൽ തീകോരിയിടുക എന്നാണ് പറയുക. എന്നാൽ ചില മാതാപിതാക്കൾ അവർ ഒരുപാടൊന്നും ചിലവഴിച്ചിട്ടില്ല, അവരൊരുപാടൊന്നും നമ്മുടെ മക്കൾക്ക് വേണ്ടി ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ആ മക്കളെ കൊണ്ട് എത്രയോ കൺകുളിർമ അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ മക്കൾ ദുനിയാവിലായാലും ആഖിറത്തിന്റെ വിഷയത്തിലായാലും വലിയ ഉയർച്ചകൾ നേടിയെടുത്തിട്ടുണ്ട്. നാട്ടുകാരെ കൊണ്ടും സമൂഹത്തിനെ കൊണ്ടും അവർ വേണ്ടാതീനം പറയിപ്പിച്ചിട്ടില്ല, മോശമായൊന്നും പറയിപ്പിച്ചിട്ടില്ല, ലഹരി ഉപയോഗിച്ചിട്ടില്ല, പെണ്ണ് പിടിച്ചിട്ടില്ല, കളവ് നടത്തിയിട്ടില്ല, വൃത്തികേടുകൾ നടത്തിയിട്ടില്ല. അതാണ് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, മക്കൾ വലിയ പണം നേടുക എന്നതല്ല, വലിയ പദവികളിലെത്തുക എന്നതല്ല, മറിച്ച് ഈമാൻ അനുസരിച്ച്, ഇസ്ലാം അനുസരിച്ച്, അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനം അനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മക്കളുണ്ടല്ലോ, കുടുംബ ജീവിതം നയിക്കുന്ന മക്കളുണ്ടല്ലോ, ആ മക്കളാണ് യഥാർത്ഥത്തിൽ കൺകുളിർമ നൽകുന്ന മക്കൾ. അവിടെയും ദുആ അവസാനിക്കുന്ന
തീർന്നില്ല. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, ഞങ്ങളെ മുത്തഖികളാക്കണേ എന്നല്ലത് വരുന്നത്, പിന്നെ മുത്തഖികളുടെ നേതാക്കളാക്കണേ എന്നാണ് ഇത് വരുന്നത്, മുത്തഖികളുടെ ഇമാമുകളാക്കണേ എന്ന് വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് വേണ്ടിയും ആത്മാർത്ഥമായി നാം ദുആ ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം രക്ഷിതാക്കൾ അറിയുക, നിങ്ങളുടെ മക്കൾ നേടിയെടുത്ത മാർക്ക് കുറഞ്ഞതുകൊണ്ട് അവരെ മാനസികമായി പീഡിപ്പിക്കാതിരിക്കുക. കാരണം ഇതെല്ലാം അവസാനിക്കുന്ന പരീക്ഷയൊന്നുമല്ല, തിരുത്താൻ ഇനിയും ഒരുപാട് സമയമുണ്ട്. ചില കുട്ടികളൊക്കെ പറ്റെ തകർന്നു പോകുന്നത് എപ്പോഴാണെന്നറിയോ? മാതാപിതാക്കളുടെ രൂക്ഷമായ വിമർശനം കേട്ടിട്ടാണ്. ഇപ്പോൾ 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും +1 +2 വളരെ ആവറേജ് നിലവാരം പുലർത്തിയ കുട്ടികളൊക്കെ പിന്നീട് വലിയ നിലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ലോകപ്രസിദ്ധരായ പല IAS ഉദ്യോഗസ്ഥരും അതുപോലെയുള്ള തസ്തികകളിൽ ജോലി ചെയ്തവരുമെല്ലാം SSLCയിൽ 2 കൊല്ലം തോറ്റവരായിരുന്നു. അവർക്ക് ജീവിതത്തിൽ ഒരുപാട് തോൽവികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചില കുട്ടികൾ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക സമയം എടുക്കുമ്പോഴാണ് അതിൻ്റെ അപ്പുറത്തേക്ക് അവരുടെ ബുദ്ധി ഉണരുക, അവർ നന്നായി പ്രവർത്തിക്കുക. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് അള്ളാഹു അവരുടേതായ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ കുട്ടികളും അക്കാഡമിക്കലി എക്സലൻ്റ് ആവണമെന്നില്ല. അക്കാഡമിക്കലി എക്സലൻ്റ് ആയ കുട്ടികളാണ് ലോകത്തെ നയിക്കുന്നത് എന്നുമില്ല. ലോകത്തെ മാറ്റിമറിച്ച കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആ കൂട്ടത്തിൽ ഒരൊറ്റ ഒന്നിനും കാണാൻ പറ്റൂല മുഴുവൻ A+ വാങ്ങിച്ച ഒറ്റ ഒന്നുണ്ടാവില്ല. ലോകത്ത് ഏത് രംഗത്താകട്ടെ, രാഷ്ട്രീയ രംഗത്താകട്ടെ, ശാസ്ത്ര രംഗത്താകട്ടെ, കലാരംഗത്താകട്ടെ, ലോകത്ത് വലിയ മാറ്റത്തിന് കാരണക്കാരായ മഹാപ്രതിഭകളിൽ ഒരൊറ്റ ഒന്നിനെ ഈ പറയുന്ന അക്കാഡമിക് എക്സലൻസ് കൊണ്ട് അഭിനന്ദനം നേടിയെടുത്ത് അവരെ കാണാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് മക്കൾക്ക് മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് അവരെ വിമർശിക്കാനും വേദനിപ്പിക്കാനും നിൽക്കാതിരിക്കുക. അവർ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. അവരെ ചേർത്ത് പിടിക്കുക. എന്നിട്ട് അവർ നേടിയെടുത്തതിൽ അവരെ അഭിനന്ദിക്കുക. വാക്കുകൊണ്ട് കൂരമ്പുകൾ പെയ്യിക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തിക്കുമാറാകട്ടെ. ഈ ഉമ്മത്തിനും പരിശുദ്ധ ഇസ്ലാമിനും നമ്മുടെ പ്രിയപ്പെട്ട ഈ രാജ്യത്തിനും എല്ലാ തരത്തിലും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു പുതിയ തലമുറയായി, പുതിയ സമുദായമായി നമ്മുടെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുകയും വളർത്തുകയും ചെയ്യുമാറാകട്ടെ. റബ്ബേ, ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വേദനയും പ്രയാസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാർക്ക് നീ മോചനം നൽകണേ അല്ലാഹുവേ. അവർക്ക് നീ അവരുടെ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കണേ റബ്ബേ. അവരിൽ മരണപ്പെട്ടു പോയവർക്ക് ഷഹാദത്ത് നൽകണേ അല്ലാ. പരിക്കേറ്റവർക്ക് ശിഫ നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് പൂർണ്ണമായ സംരക്ഷണം നൽകണേ റബ്ബേ. മസ്ജിദുൽ അഖ്സ, പരിശുദ്ധമായ ആ നിന്റെ ഭവനം മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് പൂർണ്ണാധികാരത്തിൽ ഏൽപ്പിക്കണേ റബ്ബേ. മരണത്തിന്റെ മുന്നേ സമാധാനത്തോടെ, അന്തസ്സോടെ, അഭിമാനത്തോടെ നിന്റെ മുന്നിൽ ഒരു വട്ടമെങ്കിലും സുജൂദ് ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ചെയ്യണേ റബ്ബേ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.